ടു അവർ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 8th സ്റ്റാൻഡേർഡിൻ്റെ സഫേദ് ഗുഡ് എന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ്. 2 പാർട്ടുകളിലായി നമ്മൾ ആ പാഠഭാഗം പഠിച്ചതാണ്. വെള്ള ശർക്കര കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈശ്വരൻ്റെ അനന്യഭക്തനാണ് അവൻ. അങ്ങനെയിരിക്കെ ഉപ്പ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് വഴിയരികിൽ നിന്നും അവന് 8 അണ കിട്ടുന്നു. ഈശ്വരൻ്റെ സമ്മാനമായി അവൻ അതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. അത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. നെക്സ്റ്റ്, ഈശ്വർ ജരൂർ ഹേ ഉസ്കാ മൻ ചില്ലാനെ ലഗാ, ഭഗവാൻ मैं तुम्हारा बहुत छोटा सा सेवक हूँ, मैं सारा जीवन तुम्हारी भक्ति करूँगा, मुझे कभी मत बिसराना. उल्टे सीधे शब्दों में उसने मन ही मन कहा और बाजार की तरफ दौड़ पड़ा. അഠന്നി ഉസ്നെ ജോർ സെ ഹത്തേലി മീൻ ധപാരഗി ധി. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശ്വർ ജരൂർ ഹേ, ഈശ്വരൻ തീർച്ചയായും ഉണ്ട്, ദൈവം തീർച്ചയായിട്ടും ഉണ്ട്. ഉസ്കാമൻ, അവൻ്റെ മനസ്സ് ചില്ലാനേലക, ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്തായാലും ഈശ്വരനുണ്ട്, ഈശ്വരൻ എൻ്റെ വിളി കേട്ടിരിക്കുന്നു, എനിക്ക് വെള്ള ശർക്കര വാങ്ങിക്കാനുള്ള പണം ഇതാ കിട്ടിയിരിക്കുന്നു എന്ന് ആ കുട്ടി ചിന്തിക്കുകയാണ്. ഭഗവാൻ, ഈശ്വര, അമ്മേ തുമാര, ഞാൻ നിങ്ങളുടെ ബഹുത്ത് ചോട്ടാ സാ സേവകഹും, വളരെ ചെറിയ ഒരു ഭക്തനാണ്. മേ സാരാ ജീവൻ, എൻ്റെ ജീവിതം മുഴുവൻ തുമാരി ഭക്തി കരുങ്ക, നിങ്ങളെ ഞാൻ വന്ദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഈശ്വര, നിന്നെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുമെന്ന് ഈ കുട്ടി പറയാണ്. മുച്ചേ ഖഭീമത്ത് ബിസരാന, എന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത് ദൈവമേ, ബിസരാന, മറക്കരുത്, എൻ്റെ കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് ചെയ്തു തരണേ ഈശ്വര എന്നീ കുട്ടി മനസ്സിൽ പറയാണ്. ഉൾട്ടേ സീധേ ശബ്ദോമേ, തിരിച്ചും മറിച്ചും അവൻ ആ വാക്കുകളിൽ ഉസ്നെ മൻ ഹി മൻ കഹ, അവൻ അവൻ്റെ മനസ്സിൽ പറഞ്ഞു. അവർ ബാസാർ കി തരഫ് ദൗഡ് പട, എന്നിട്ട് ആ ബാസാറിന് നേരെ, ആ അങ്ങാടിക്ക് നേരെ ഓടാൻ തുടങ്ങി. അഠന്നി ഉസ്നെ ജോർ സെ ഹത്തേലി മേ ധപാരഗീതി, ആ 8 അണ ജോർ സെ, ശക്തമായിട്ട്, ഹത്തേലി, അവൻ്റെ ഉള്ളം കയ്യിൽ, ധപാരഗീതി, അമർത്തി പിടിച്ചിരുന്നു. ആ പൈസ മുറുക്ക പിടിച്ചുകൊണ്ട് ഈ കുട്ടി ആ കടയ്ക്ക് നേരെ, അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ഓടുകയായിരുന്നു. നെക്സ്റ്റ്, जब वह दुकान पर पहुंचा तो लालटेन जल चुकी थी. पंसारी उसके सामने हाथ जोड़े बैठा था. थोड़ी देर में उसने आंखें खोली और पूछा, क्या चाहिए? എന്താണ്? ജബ്, എപ്പോഴാണോ, വഹ്, അവൻ, ദുകാൻ പർ പഹുഞ്ച, കടയിൽ എത്തിച്ചേർന്നത്, പഹുഞ്ചന എത്തിച്ചേരുക, ദുകാൻ എന്ന് പറഞ്ഞാൽ കട. തോ, അപ്പോൾ ലാൽട്ടൻ ജൽ ചുക്കീതി. എന്താണ് ലാൽട്ടൻ? ലാൽട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാന്തൽ വിളക്കിനെയാണ് പറയുന്നത്. പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റാന്തൽ വിളക്കാണ് ലാൽട്ടൻ. ലാൽട്ടൻ ജൽ ചുഗീതി, റാന്തൽ വിളക്ക് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പൻസാരി ഉസ്കെ സാമ്നെ, പൻസാരി എന്ന് പറഞ്ഞാൽ പലചരക്ക് കടക്കാരൻ, ഉസ്കെ സാമ്നെ, അതിൻ്റെ മുമ്പിൽ, ഹാത്ത് ജോഡെ ബൈഠാദ, കൈയും കൂപ്പി, അല്ലെങ്കിൽ കൈയും കെട്ടി അവിടെ അങ്ങനെ കടയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഥോടി ധേർമേ, അല്പസമയം കഴിഞ്ഞപ്പോൾ, ഉസ്നെ ആംഖേം കോലി, അയാൾ കണ്ണു തുറന്നു. അവർ പൂച്ച, എന്നിട്ട് ചോദിച്ചു, ക്യാ ചാഹിയേ, എന്ത് വേണം? അപ്പോൾ കടക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി ചെല്ലുന്നത്. അപ്പോൾ കുട്ടിയെ കണ്ടിട്ട് അയാൾ ചോദിച്ചു, എന്ത് വേണമെന്ന്. പൻസാരി എന്ന് പറഞ്ഞാൽ പലചരക്ക് കടക്കാരനാണ്. ലാൽട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാന്തൽ വിളക്കാണ്. ഉസ്നെ ഹത്തേലിമേ ചമക്കത്തി അഠന്നി ദേക്കി അവർ ബോല. അപ്പോൾ അവൻ്റെ കയ്യിൽ ആ 8 അണ ഉണ്ടല്ലേ, അഠന്നി ഉണ്ട്. ഉസ്കെ ഹത്തേലിമേം, അവൻ്റെ കൈവെള്ളയിൽ, ചമക്കത്തി അഠന്നി, തിളങ്ങുന്ന ആ 8 അണ ദേക്കി, നോക്കിക്കൊണ്ട്, അവർ ബോല, അവൻ പറഞ്ഞു, 8 ആനേക്കാ സഫേദ് ഗുഡ്, 8 അണയ്ക്ക് വെള്ള ശർക്കര തന്നാലും. 8 ആനേക്കാ സഫേദ് ഗുഡ് എന്ന് പറഞ്ഞാൽ 8 അണയ്ക്ക് എനിക്ക് വെള്ള ശർക്കര തന്നാലും നീ കുട്ടി കടക്കാരനോട് പറയുന്നു. യഹ് कहकर उसने गर्व से अठन्नी पंसारी की तरफ गद्दी पर फेंकी, पर वह गद्दी पर न गिर उसके सामने रखे धनिये के डिब्बे में गिर गई. पंसारी ने उसे डिब्बे में टटोला, पर उसमें अठन्नी नहीं मिली. एक छोटा सा गपड़ा चिकना पत्थर जरूर था, जिसे पंसारी ने निकाल कर फेंक दिया. എന്താണ് നോക്കാം അടുത്ത പാരഗ്രാഫിൽ. ഏ കഹക്കർ, ഇതും പറഞ്ഞുകൊണ്ട്, ഉസ്നെ, അവൻ, ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ് കേട്ടോ. അവൻ വളരെ അഭിമാനത്തോടു കൂടി, അഠന്നി പൻസാരി കി തരഫ് ഗദ്ദി പർ ഫേങ്കി, ശരിക്കും ഗർവിന് അഹങ്കാരം എന്നൊരർത്ഥമുണ്ട്. ഇപ്പം ഇവിടെ എന്താണ്, അവന് തൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള ഒരു ഇതിൽ 8 അണ പൻസാരിയുടെ നേരെ, കാരൻ്റെ നേരെ, ഗദ്ദി, അയാൾ ഇരിക്കുന്ന സീറ്റിലേക്ക്, ഗദ്ദി എന്ന് പറഞ്ഞാൽ ഇരിപ്പിടാണ് കേട്ടോ, കടക്കാരൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക്, ഫേങ്കി, എറിഞ്ഞു, പർ, എന്നാൽ, വഹ് ഗദ്ദി പർ നഗിർ, അവൻ എറിഞ്ഞ ആ 8 അണ ആ ഇരിപ്പിടത്തിലേക്ക് നഗിർ, വീണില്ല.
ഉസ്കെ സാമനെ രഖെ അവൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ധനിയയ്ക്ക് ഡിബ്ബേമേ മല്ലിയുടെ ഡിബ്ബ പാത്രത്തിലേക്ക് ഗിർ ഗയി വീണുപോയി. അപ്പോൾ ആ കടക്കാരന് നേരെ അവൻ്റെ ആ പൈസ ഇങ്ങ് ഇട്ട് കൊടുത്തു. പക്ഷേ പൈസ ചെന്ന് വീണത് എവിടെയാണ്? മുമ്പിലിരിക്കുന്ന ധനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയാണ്. മല്ലിപ്പാത്രത്തിലേക്ക് വീണു. പൻസാരീനെ ഉസേ ഡിബ്ബേമേ ടട്ടോല ആ കടക്കാരൻ ആ ഡിബ്ബയിലേക്ക് വീഴുന്ന കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഡിബ്ബേമേൻ ടട്ടോലിനെ തപ്പി നോക്കുക. അയാൾ അതിൽ തപ്പി നോക്കി. എന്നാൽ ഉസ്മേം അതിൽ അട്ടനി നഹി മിലയും അതിൽ നിന്ന് എന്ത് കിട്ടിയില്ല? 8 അണ കിട്ടിയില്ല. ഏക്ക് ചോട്ടാസ ഗപ്പട ഒരു ചെറിയ ഗപ്പട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ചിക്കിന പത്തറാണ്. ചിക്കിന പത്തർ എന്ന് പറഞ്ഞാൽ മിനുസമുള്ള കല്ല്. ഒരു ചെറിയ മിനുസമുള്ള ഗപ്പട കിട്ടി. ഗപ്പട എന്ന് പറഞ്ഞാൽ മിനുസമുള്ള കല്ല് കിട്ടി. മല്ലിപ്പാത്രത്തിലേക്ക് 8 അണ വീഴുന്നത് കണ്ടിട്ട് കടക്കാരൻ തപ്പി നോക്കി. പക്ഷേ ആ മല്ലിപ്പാത്രത്തിൽ നിന്ന് കിട്ടിയില്ല. പകരം എന്താണ് കിട്ടിയത്? ഗപ്പടയാണ് കിട്ടിയത്. ഗപ്പട എന്ന് പറഞ്ഞാൽ ചിക്കിന പത്രാണ്. മിനുസമുള്ള കല്ല് കിട്ടി. അതെടുത്തിട്ട് പൻസാരി എന്ത് ചെയ്തു? നികാൽക്കർ ഫേങ്ക് ദിയ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ഉസ്കാ ചെഹര ഏക് ദം സേ കാല പട് ഗയ സിർ ഘൂം ഗയ ജൈസെ ശരീർ കാ സാരാ ഖൂൻ നികൽ ഗയ ഹോ ആംഗേൻ ചൽചല ആയി. ഉസ്കാ ചെഹര അവൻ്റെ മുഖം ഏകദം തികച്ചും കാലാപ്പെടുകയാ കരുവാളിച്ചു പോയി. അവൻ്റെ മുഖം ആകെ എന്താ പറയുക, പൈസ കാണാനില്ല. അവന് വല്ലാത്ത വിഷമം വരികയാണ്. സിർ ഘൂമുകയ തല ചുറ്റുന്നത് പോലെ തോന്നി. ജൈസെ ശരീർ കാ സാരാ ഖൂൻ നികൽ ഗയാ ഹോ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയതുപോലെ അവന് തോന്നി. ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം. സിർ ഘൂം ഗയ തല ചുറ്റുക എന്നുള്ള അർത്ഥം. ആംഖേ ചൽചല ആയി അവൻ്റെ കണ്ണുകളാകെ നിറഞ്ഞു തുളുമ്പി. ചൽചല എന്ന് പറഞ്ഞാൽ ആംഖേൻ ചൽചല കണ്ണ് നിറഞ്ഞു തുളുമ്പുക. അപ്പോൾ അവന് വല്ലാത്ത സങ്കടം വരികയാണ്. അവനാണെങ്കിൽ വെള്ളശർക്കര തിന്നാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവന് കിട്ടിയ 8 അണയുമായി ഓടി കടയിലേക്ക് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ പൈസ അപ്രത്യക്ഷമായിരിക്കുന്നു. കഹാങ്കയി അട്ടനി പൻസാരീനെ ബി ഹൈറത്ത് സേ കഹാങ്കയി അട്ടനി എവിടെ പോയി 8 അണ? പൻസാരീനെ ബി ഹൈറത്ത് സേ കച്ചവടക്കാരനോ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു. എന്നാലും ആ പൈസ എവിടെ പോയി എന്ന് അയാളും പറഞ്ഞു. उसे लगा जैसे वह रो पड़ेगा. देखते देखते सबसे ताकतवर ईश्वर की उसके सामने मौत हो गई थी. उसने मरे हाथों से जेब से पैसे निकाले, नमक लिया और जाने लगा. അടുത്ത ഭാഗം നോക്കിക്കേ. ഉസേ ലഗ അവന് തോന്നി. ജൈസെ വഹുരോ പടയുക അവൻ ഇപ്പം കരഞ്ഞു പോകുമെന്ന് അവന് തോന്നി. രോന എന്ന് പറഞ്ഞാൽ കരയുക. ഞാനിപ്പോൾ കരഞ്ഞു പോകുമെന്ന് ആ കുട്ടിക്ക് തോന്നി. ദേഖ്തേ ദേഖ്തേ സബ്സെ താക്കത്വർ ഈശ്വർ നോക്കിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ കാണെ ഏറ്റവും താക്കത്വർ ശക്തിയുള്ള ഈശ്വരൻ ഉസ്കെ സാമനെ അവൻ്റെ മുമ്പിൽ മൗത്ത് ഹോ ഗയി ധി മൃതി അടഞ്ഞിരുന്നു. അവൻ്റെ മുമ്പിൽ ഒരു ഈശ്വരൻ ഉണ്ടായിരുന്നു അല്ലേ? ആ ഈശ്വരൻ അവൻ്റെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നു. അത് പതുക്കെ അവനിൽ നിന്ന് മറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് ഈശ്വരൻ തന്ന സമ്മാനമായിരുന്നു എന്നൊക്കെ അവൻ വിചാരിച്ചു. പക്ഷേ ഈ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടപ്പോൾ അവന് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ഉസ്നെ മരേ ഹാത്തോസെ അവൻ്റെ മരവിച്ച കൈകളോടെ ജേബ് പോക്കറ്റിൽ നിന്നും പൈസ നികാലെ പൈസ പുറത്തെടുത്തു. ഏത് പൈസ? അമ്മ ഉപ്പ് വാങ്ങാൻ കൊടുത്ത പൈസ. അതവൻ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്തു. നമക്ക് ലിയ ഉപ്പ് വാങ്ങിച്ചു. ഔർ ജാനേലക എന്നിട്ട് പോകാൻ തുടങ്ങി. കാരണം അവനിനി വെള്ള ശർക്കരയ്ക്കൊന്നും പണമില്ല അല്ലേ? അപ്പോൾ ദുക്കാൻദാറിനെ ഉസേ ഉദാസ് ദേഖ് കർ കഹ ഗുഡ് ലേ ലോ പൈസേ ഫിർ ആ ജായേങ്കെ. ദുക്കാൻദാർ കടക്കാരൻ ഉസേ അവൻ്റെ ഉദാസ് ദേഖ് കർ കഹ ദുഃഖം കണ്ടിട്ട് പറഞ്ഞു. ഗുഡ് ലേലോ ശർക്കര എടുത്തോളൂ. പൈസ ഫിർ ആ ജായെങ്കിൽ പൈസ പിന്നെ തന്നാൽ മതി. നെഹി വേണ്ട. ഉസ്നെ കഹ ഔർ രോപ്പട അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് പണമില്ലാതെ ശർക്കര വേണ്ട എന്ന്. അപ്പോൾ കടക്കാരൻ പറയാ, അച്ഛാ പൈസ മത്ത് ദേന മേരി ഓർ സെ ഥോടാ സാ കുഡ് ലേലോ. എന്താ പറഞ്ഞേ? അച്ഛാ ശരി, പൈസ മത്ത് ദേന നീ പൈസ തരണ്ട. മേരി ഓർസെ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ അടുത്ത് നിന്ന് തോടാസ ഗുഡ് ലേലോ ഒരല്പം ശർക്കര നീ കൊണ്ടുപോയിക്കോ, എനിക്ക് പണം വേണ്ട എന്ന് കടക്കാരൻ പറയാണ്. ദുക്കാൻദാറിനെ പ്യാർസെ കഹ ദുക്കാൻദാർ കടക്കാരൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അവർ ഏക്ക് ടുക്കടാട്ട് തോടുക്കർ ഒരു ശർക്കരയുടെ ഒരു ടുക്കട കഷ്ണം തോടുക്കർ പൊട്ടിച്ചിട്ട് ഉസേ ദേനേലക അവന് കൊടുക്കാൻ തുടങ്ങി. ഉസ്നെ മൂഹ് ഫിറാലിയ ഔർ ചൽദിയ ഉസ്നെ മൂഹ് ഫിറാലിയ അവൻ മുഖം തിരിച്ചു. ഔർ ചൽദിയ എന്നിട്ട് നടന്നു. ഉസ്നെ ഈശ്വർ സേ മാങ്കാത അവൻ ഈശ്വരനോടായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ദുക്കാൻദാർ സേ നഹി കടക്കാരനോടായിരുന്നില്ല.
ദൂസറോ കി ദയ ഉസേ നഹീ ചാഹിയേ, മറ്റുള്ളവരുടെ ദയ അവന് ആവശ്യമില്ല. ലേക്കിൻ എന്നാൽ അബ് വഹ് ഈശ്വർ സേ കുച്ച് നഹീ മാംഗ്താ, ഇപ്പോൾ അവൻ ഈശ്വരനോട് ഒന്നും ആവശ്യപ്പെടാറില്ല. കടക്കാരൻ പണമില്ലാതെയും അവന് ശർക്കര കൊടുക്കാൻ തയ്യാറായി. പക്ഷെ ആ കുട്ടി വാങ്ങിച്ചില്ല. കാരണം മറ്റൊരാളുടെ ദയ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഈശ്വരനോടാണ് ആവശ്യപ്പെട്ടതെന്ന് ആ കുട്ടി ചിന്തിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. ഇതിൻ്റെ 1-2 വീഡിയോകളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ തൊട്ടടുത്ത് വരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയുകയുള്ളൂ. വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.